മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. My respectful pranams to each and every one of you. We will be explaining some messages from Swami Vivekananda. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ സന്ദേശങ്ങൾ നമ്മൾ വ്യാഖ്യാനത്തോടു കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. All of religion is contained in the Vedanta. Vedanta can grasp, Vedanta can really involve, or it can include any religion, whether Semitic religion or non-Semitic religion. In Vedanta, the three stages of Vedanta philosophy, the Dvaita philosophy, Vishishtadvaita philosophy and Advaita philosophy. Dvaita, Vishishtadvaita and Advaita philosophy, three major parts of Vedanta. വേദാന്തത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും. Any religion can be included in any of these three. One comes after the other. The initial stages of any individual is Dvaita. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ശങ്കരാചാര്യരാണെങ്കിലും മാധ്വാചാര്യരാണെങ്കിലും any acharya, initial stage is Dvaita stage. From there goes Vishishtadvaita state and finally attaining Advaita state. അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ലാസ്റ്റ് സ്റ്റേജിൽ തനിക്ക് ജാതിയില്ല എന്ന് പറഞ്ഞത്. അദ്വൈതത്തിൻ്റെ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ the individual will be changing vastly, dramatically. These are the three stages of spiritual growth in man. മൂന്ന് നിലവാരത്തിലുള്ള സ്പിരിച്വൽ ഗ്രോത്ത് മനുഷ്യനിലുള്ളത്. ആദ്യം ദ്വൈത, അവിടെ നിന്നുയർന്ന വിശിഷ്ടാദ്വൈതം, അവിടെ നിന്നുയർന്ന് അദ്വൈതം എന്ന് പറയുന്നത്. ഈച്ച് വൺ ഈസ് നെസസറി. നോട്ട് മിയർലി അദ്വൈത, നോട്ട് മിയർലി വിശിഷ്ടാദ്വൈത. Dvaita is needed, Vishishtadvaita is also needed, and also Advaita needed. All the three are necessary for anybody. This is the essential of religion. അതാണ് മതങ്ങളുടെ അന്തസത്ത. നെക്സ്റ്റ് മെസ്സേജ്, kill self first. Kill your selfishness first. ആദ്യം നശിപ്പിക്കേണ്ടത് സ്വാർത്ഥതയാണ്. ഞാനെന്നും എനിക്കെന്നും എൻ്റേതെന്നും മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ട്. മെനി പീപ്പിൾ യൂസ് ടു ലീവ് തിങ്കിങ് ഓൺലി അബൌട്ട് ദംസെൽസ്, their family, their money, their position, their virtues and so on. Kill that egoistic approach. If you want to succeed, you have to kill that. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ, വിജയകരമായ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ, സെൽഫിഷ്നെസ് വിൽ ഡെഫിനറ്റ്ലി ബിക്കം എ ഹഡിൽ ഫോർ us. Men are more valuable than all the wealth of the world. Men are more valuable. A respectful human being, a man, he should be there. His value, his price is far higher than the money that anybody has. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ധന്യനായൊരു മനുഷ്യനാണ്. മനുഷ്യരുടെ കാര്യം പറയുമ്പോഴാണ്, സമ്പത്തും മനുഷ്യനെയും കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുക, ഇറ്റ്സ് നോട്ട് ദ മണി, ഇറ്റ്സ് നോട്ട് ദ വെൽത്ത്, ഇറ്റ്സ് നോട്ട് ദ പ്രോസ്പെറിറ്റി, ഇറ്റ് ഈസ് ദ ഹ്യൂമൻ ബീയിങ്. എ ഗ്ലോറിയസ്, ഗ്രേറ്റ്, respectful human being is the core of the life. Next point, infinite patience, അനന്തമായിട്ടുള്ള ക്ഷമാശീലം. Our patience should not cross the limit.
infinite patience, infinite purity, purity of the mind, purity of the vision, purity of the action, purity of the lifestyle. ജീവിതത്തിലും വീക്ഷണത്തിലും വാക്കുകളിലും പ്രവൃത്തിയിലും നിലനിൽപ്പിലും കർമ്മത്തിലുമെല്ലാം പരിശുദ്ധി ഉണ്ടാവുക. സോ ഇൻഫിനിറ്റ് പേഷ്യൻസ്, ഇൻഫിനിറ്റ് പ്യൂരിറ്റി ആൻഡ് ഇൻഫിനിറ്റ് പെർസീവറൻസ്, സഹനശക്തി, അനന്തമായിട്ടുള്ള സഹനശക്തി ഉണ്ടാവുക ആർ ദ സീക്രട്ട് ഓഫ് സക്സസ് ഇൻ എ ഗുഡ് കോസ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ കർമ്മമണ്ഡലത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ എന്ത് നേടിയെടുക്കാനാണോ ആഗ്രഹിക്കുന്നത്, വാട്ട് എവർ മേ ബി യുവർ ഗോൾ, വാട്ട് എവർ മേ ബി യുവർ ടാർഗറ്റ് ഇൻ ദ ലൈഫ്, ഇൻഫിനിറ്റ് പേഷ്യൻസ് ഈസ് നീഡഡ്, ഇൻഫിനിറ്റ് പെർസീവറൻസ് ഈസ് നീഡഡ്, infinite purity of the vision, action, words, etc. are needed. That is life. The less help from men, the more from the Lord. Less help from the human beings. Take minimum from the people, but give maximum to the people. When you take only minimum from the people, the Lord will be giving the remaining part for you. ജനങ്ങളിൽ നിന്ന് കുറച്ചേ സ്വീകരിക്കുന്നുള്ളൂ എങ്കിൽ ബാക്കി തരുന്നത് ഈശ്വരനായിരിക്കും. ജനങ്ങളിൽ നിന്ന് പരമാവധി സ്വീകരിക്കുന്നു എങ്കിൽ ബാക്കി കുറച്ച് മാത്രം ഈശ്വരനിൽ നിന്ന് കിട്ടിയാൽ മതി. സോ ഇഫ് യു ആർ ടേക്കിംഗ് ഓൺലി ലെസ് ഫ്രം ദി പീപ്പിൾ, ദ റിമൈനിങ് വിൽ ബി കോമ്പൻസേറ്റഡ് ബൈ ദി ഗോഡ്. വർക്ക് ഓൺ, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. മൈ ബോയ്സ്, എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികളെ, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടുത്തതല്ല. റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടുത്തതല്ല. ബിൽറ്റ് ബൈ thousands of people for thousands of days of hard work. This is applicable for everything. Vedas were not written in a single day. Puranas were also not written in a single day. Indian culture is not built in a single day. നമ്മുടെ വേദങ്ങളും നമ്മുടെ പുരാണങ്ങളും നമ്മുടെ സംസ്കാരവും ഉണ്ടാക്കിയത് ഒരു ദിവസം കൊണ്ടല്ല. Hundreds of rishis or thousands of rishis, thousands of days, collected thousands of subjects, and then is the effort and the sweat of thousands of people which could build this system, whether it is a literature, whether it is an empire, whether it is the latest invention or the discoveries. It is impossible to preach the Catholic ideas of Ramakrishna Paramahamsa and form sects at the same time. It is impossible to preach the Catholic ideas of Ramakrishna Paramahamsa. Catholics used to say, only my God, only my book, only my way, and only my cross. But Ramakrishna said in a different way, take all good from everywhere, take all the concept of God, take all the literature, do experiment with all pathways, എല്ലാ മാർഗങ്ങളും, എല്ലാ ദേവതാ സങ്കല്പവും, എല്ലാ ഗ്രന്ഥങ്ങളും സ്വീകരിക്കാൻ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു. അപ്പോൾ കാത്തലിക്സിന്റെ ഒരു വഴി അത് ലോകത്തിലെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നത് സ്വീകാര്യമല്ലാതെയാകുന്നു. ആൻഡ് ഫോം സെക്സ് അറ്റ് ദ സെയിം ടൈം, അത് വിഭാഗീയത വളർത്തുന്നു. എൻ്റേത് മാത്രം ശരി, എൻ്റേത് മാത്രം നല്ലത് എന്ന് പറയുമ്പോൾ നല്ലത് എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റേതാകുന്ന വിധത്തിൽ ആനോ ഭദ്രാഹ ക്രതവോയന്തു വിശ്വതഃ. Let noble thoughts come towards us from all over the world.
എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിൽ ഉയരാനും ഉണരാനും സാധിക്കട്ടെ. Let noble thoughts come towards us. That should be our vision. Good from everywhere. Bad getting rejected from everywhere and anywhere. Bad should be rejected. Good should be accepted. My pranams to you. Thank you very much.